പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയ യാത്രാ ലക്കത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഈ യാത്ര കോഴിക്കോട് നിന്നും സലാലയിലേക്കാണ് പോകുന്നത്. പുലർച്ചെ 4:30 നമ്മുടെ വിമാനം ഉണ്ടായിരുന്നത്. കോഴിക്കോട് നിന്നും കൊണ്ടോട്ടി ഭാഗത്തേക്കുള്ള ബസ് വന്നു. യാത്ര പുറപ്പെട്ടു. വിമാനത്തിൽ ഫുഡ് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള കുൾബാറിൽ കയറി ജ്യൂസ് കുടിച്ചു. വിമാനത്തിൽ നിന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ചോക്ലേറ്റും കരുതിയിരുന്നു. അതിനുശേഷം ഓട്ടോയിൽ കയറി എയർപോർട്ടിലേക്ക് എത്തി. സമയം പാഴാക്കാതെ തന്നെ നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ബോർഡിംഗ് പാസ് കിട്ടി. അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് നടന്നു. എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ ഉടനെ നമ്മൾ വിമാനം പുറപ്പെടുന്ന വെയിറ്റിംഗ് ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിനുശേഷം വിമാനത്തിന് സമയമായ ഉടനെ നമ്മൾ നേരെ വിമാനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നല്ല മനോഹരമായ ഇന്റീരിയറായിരുന്നു സലാം എയറിൻ്റെത്. അങ്ങനെ നമ്മുടെ വിമാനം നീങ്ങുന്നതിൻ്റെ മുന്നേ അടുത്ത വിമാന കമ്പനി വിമാനം വന്നിറങ്ങിയിട്ടുണ്ട്. അത് നല്ല പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്ന മനോഹര കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ കോഴിക്കോട് നിന്നും ഒമാനിലേക്ക് സലാം എയർ പറന്നുയരുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. നേരം പുലരുമ്പോഴുള്ള ആകാശ കാഴ്ചകൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി.
അവിടുത്തെ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു എയർപോർട്ടിന്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മനോഹരമായ കാഴ്ചകളായിരുന്നു. ഓരോ കാഴ്ചയും നമ്മുടെ മനം കുളിർക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ ഒമാൻ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ കയറി. ഈ ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ സലാലയിലേക്കുള്ള ബസ് പുറപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ. ഒമാനിലുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഓരോ കാഴ്ചയും മനസ്സിന് ആകെ സന്തോഷം തോന്നിക്കുന്ന വിധത്തിലുള്ളതുമാണ്. പ്രവാസികളായ നമ്മുടെ നാട്ടുകാർക്ക് ഈ കാഴ്ചകളൊന്നും അത്ര പുത്തരിയൊന്നുമല്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഈ ഓരോ കാഴ്ചയും അതിമനോഹരമം തന്നെയാണ്. അങ്ങനെ നമ്മൾ സലാലയിലേക്ക് ബസ് പുറപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തി. നമ്മൾ നേരെ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നന്നായി വിശന്നിരുന്നു. നമ്മൾ നേരെ ഒരു ഒമാൻ മന്തി ഷോപ്പിൽ കയറി നന്നായി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഒരുപാട് സമയമുണ്ട്. നമ്മുടെ ബസ് വൈകിട്ട് 5:30-ക്കാണ് പുറപ്പെടുക. യാത്ര സലാലയിലേക്ക് പുറപ്പെടുകയാണ്. ഒമാനിൽ നിന്നും സലാലയിലേക്കുള്ള ദൂരം 1200 കിലോമീറ്ററാണ് ഉണ്ടാകുന്നത്. ഒമാനിൽ നിന്നും സലാലയിലേക്ക് പോകുന്ന ഒരുപാട് ദൂരം ഞങ്ങൾ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രൈവറടക്കം 3 പേർ. പ്രവാസികളെ സംബന്ധിച്ച് അവരെ കുടുംബത്തെ വിട്ടു വരുന്ന സമയത്തുള്ള ടെൻഷനും ഒക്കെ ആയിട്ടായിരിക്കുമല്ലോ. നമ്മൾ ജസ്റ്റ് സ്ഥലം കാണാൻ വന്നതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെതായ പ്രയാസങ്ങൾ ഒന്നും ഇല്ല. പ്രവാസികളാണ് നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ്. പോകുന്ന ഇടങ്ങളിലൊക്കെ നമ്മുടെ ഡ്രൈവർ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെ നിർത്തുന്നുണ്ടായിരുന്നു. നല്ല കെയർഫുള്ളായ ഒരു യാത്രയായിരുന്നു നമ്മുടെ ഡ്രൈവറുള്ളത്. അങ്ങനെ നമ്മൾ പുലർച്ചെ 5:30-ന് സലാലയിലേക്ക് എത്തിച്ചേർന്നു. സലാല. അങ്ങനെ നമ്മളെ സുബഹി നിസ്കരിക്കാനൊക്കെയായി അടുത്ത പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയി നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നേരം മെല്ലെ പൊട്ടിവിടുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ നമ്മളെ കാറിൽ അവിടെ കൂട്ടാൻ വന്നിരുന്നു. ആ കാറിൽ കയറി നമ്മുടെ സലാലയിൽ നിന്നുള്ള മനോഹര കാഴ്ചകൾ പകർത്താനായി നമ്മുടെ യാത്ര തുടർന്നു.